പോത്ത് പോത്തത് പൊട്ടിമുക്കലെ പോത്ത്. വന്നപ്പോ ഇയാളും വേറൊരാളും കൂടെ വന്നിട്ട് എന്റെ അടുത്ത് ഭായി ഒന്ന് സഹായിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. എഴുത്തിൽ കേട്ടാ പൈസയും കൊടുത്തിട്ട് ഇയാള് നിന്റെ പൈസ തന്നില്ലേ? പൊട്ടിമുക്കലെ പോത്ത്. നമസ്കാരം. നമസ്കാരം. ചെറിയ പോത്തിനെ വാങ്ങി വളർത്തി വലുതാക്കി നല്ല ബിസിനസ് നടത്തി വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർ നമുക്കിടയിലുണ്ട്. അതെ, ഇവിടെ ഒരു പോത്തിനെ വാങ്ങി പറമ്പിൽ കെട്ടിയിരിക്കുകയാണ്. അത് വലുതാക്കി വിൽക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ ചെന്ന് ആ പോത്തിനെ അഴിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നത്. വഴിയിലിട്ട് ആ വീട്ടുകാർ പിടിക്കുന്നു. ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം. ഇതാണ് സാറേ പോത്ത്. ഇതാണ് പോത്ത്. സാറ് വാങ്ങിച്ചാ? പോത്തുകുട്ടി. സാറ് വാങ്ങിച്ചാ? ഞാൻ വാങ്ങിച്ചതാ. എത്ര കൊടുത്തു സാറേ? അതിന് കുറച്ച് പൈസ കൊടുത്തു. അല്ലേട്ടാ, ഇത് നമുക്ക് ഇതിനെ അഴിച്ചോണ്ട് പോകണം. അവിടെ ചെന്നിട്ട് എരുത്തിലുണ്ടാക്കണം. അപ്പൊ ഈ ബായി എല്ലാം നമ്മോട് സഹായിക്കുകയൊക്കെ ചെയ്യും. നാളെ ഷെഡ് ഉണ്ടാക്ക്. അല്ല സാറേ, തീരുവില്ല. കുഞ്ഞല്ലേ ഇത് നനയും. അല്ലേ, ഇപ്പം ഷെഡ് ഉണ്ടാക്കാൻ പരിപാടി. കാരണം നാളെ നമുക്ക് ഷെഡ് ഉണ്ടാക്കാം. എന്നാലും അഴിക്കാം. അങ്ങോട്ട് ചെന്നിട്ട് പിന്നെ കമ്പൊക്കെ അവിടെ കിടപ്പുണ്ടെന്ന് ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കാം. കുഞ്ഞല്ലേ, ഇന്ന് മേടിച്ചതേ ഉള്ളൂ. കുഞ്ഞല്ലേ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് അങ്ങോട്ട് മേടിച്ചതേ ഉള്ളൂ. ഇന്ന് മേടിച്ചേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബൈ കൊമാൻഡോ ബൈ. ഞാൻ ഫുഡ് മേടിച്ചോണ്ട് വരാം. ഫുഡ് മേടിച്ചോണ്ട് അന്നേരത്തെ നിങ്ങൾ അങ്ങ് വരണം കേട്ടോ. എവിടെ ഫുഡ്? എവിടെ? വീട്ടിലോട്ട് വന്നേരാ. ഞാൻ ഫുഡ് മേടിച്ചോണ്ട് വന്നേക്കാം കേട്ടോ. ബൈ, കൂടെ ചെല്ലോ. ബൈ കൊമാൻഡോ ബൈ. ശങ്കർ പോത്തു മക്കളെ പോത്ത് പോത്ത് ഇത് ശങ്കര പോത്തു. അമ്മ, അവിടെ നമ്മളെ ശങ്കുനെ ആളുകളുണ്ട് അഴിച്ചോണ്ട് വരുന്നത്. എവിടെ കൊണ്ടുപോണ്? എവിടെ കൊണ്ടുപോന്ന്? ഇനി എവിടെ കൊണ്ടുപോന്ന്? ഇങ്ങോട്ട് പിടിച്ചോണ. ഇങ്ങോട്ട് നീങ്ങില്. എവിടെ കൊണ്ടുപോന്ന്? എവിടെ കെട്ടാന്ന്? എന്തുവാ ഇത്? അവിടുന്ന് അഴിച്ചോണ്ട് വരാൻ നിങ്ങളുടെ ആര് പറഞ്ഞു? അണ്ണ മാറ്റെന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചല്ലേ, അയാൾ മേടിച്ചെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് അല്ല, അണ്ണാ പറഞ്ഞു 10,000 രൂപ കൊടുത്ത് വാങ്ങിച്ചെന്നല്ലേ പറഞ്ഞത്. നമ്മള് മേടിക്കാം. നമ്മളാർക്കെങ്കിലും വിറ്റോ അവനെ? എവിടെ കെട്ടുന്നു? നിങ്ങളുടെ ആര് പറഞ്ഞു അവിടുന്ന് അഴിക്കാൻ? നിങ്ങളുടെ ആര് പറഞ്ഞു? നമ്മുടെ ബൈക്ക് വന്ന അയാളുടെ പേരൊന്നും എനിക്കറിയില്ല. പറഞ്ഞു പേരറിയത്തില്ലേ? പേരറിയാത്ത ആള് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ അഴിച്ചോണ്ട് വരാൻ നിങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? ചാച്ചി, ഞാൻ അപ്പോഴും ചോദിച്ചു ഇത് ആരാന്ന് ചോദിച്ചപ്പോ ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞു. ആര് വാങ്ങിച്ചു? ഇയാള് വാങ്ങിച്ചെന്ന് പറഞ്ഞു. ഞാൻ മേടിച്ചെന്നല്ല, അയാൾ മേടിച്ചെന്നാ പറഞ്ഞു. നീ എന്റെ അടുത്ത് പറഞ്ഞ നീ വാങ്ങിച്ചെന്നല്ലേ പറഞ്ഞ? ഇങ്ങനെതാ ഞാൻ മറ്റേ ഒരു കൺട്രാക്ടിനെ സഹായിക്കാൻ വന്നു. ഏത് കൺട്രാക്ടിന്? അവിടെ ഉള്ള എനിക്ക് അറിഞ്ഞൂടാ സ്ഥലമൊന്നും. ഞാൻ വന്നപ്പോഴേ കെട്ടരുത്, പിടിച്ചോണ്ട് നിന്നോളൂ. അവിടെ കെട്ടിയല്ലോ, നിങ്ങളെ പിടിക്കാൻ കെട്ടിടും പറഞ്ഞേ കേട്ടല്ലോ. ഞാൻ പറഞ്ഞു അപ്പോഴേ പറഞ്ഞ ഇതാ പശു ആട് ഇത് ആർക്കൊള്ളെന്ന് ഞാൻ ചോദിച്ചാ. നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് ഇനി അഴിച്ചത്? അത് പറ. ഒരു ബൈക്ക് ആക്റ്റീവ് പറഞ്ഞു. ഏത് ബൈക്കില്? ഇതില് ബൈക്കിൽ ഒരുപാട് പേര് പോവുകയും വരികയും ചെയ്യുന്നുണ്ട്. അയാളുടെ പേരൊന്നും എനിക്കറിയത്തില്ല. പേരറിയത്തില്ല? പേരറിയാത്ത ഒരാൾ പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇയാളെ ഇവനെ അഴിച്ചത്. അയാൾ എന്ത് പറഞ്ഞാലും കേൾക്കുക. അയാളെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമോ? എവിടെ നിന്നോ ഒരുത്തം വന്ന് ആക്റ്റീവ വന്ന് ഒരുത്തം വന്ന് അഴിക്കും. കയറെടുക്കാൻ നിങ്ങൾ കയറെടുക്കാൻ ഞങ്ങളാണ് അഴിച്ചോടുന്നത്. കയറെടുക്ക്, പിടിച്ചോണ്ടോ നിന്നാ മതി. ഇതിനെ കന്നിനെ കൂടെ ചേർത്തും കെട്ടിയിടാം. നിങ്ങൾ തമ്മിൽ എങ്ങനെ കണ്ടുമുട്ടി? നിങ്ങൾക്കറിയാവോ? ഞാൻ ഇയാളെ ആദ്യമായിട്ടാ കാണും. എന്നെ വിളിച്ചോണ്ട് പൂവിന്റെ കട.
ഒരു ആക്റ്റീവ വന്ന ഒരുത്തം വിളിച്ചോണ്ട് വന്നിട്ടാണ് ഇതിനെ അഴിച്ചെന്ന് പറയുന്നു. നിങ്ങളോട് അമ്മ ഞാൻ അടിച്ച് അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. എങ്ങോട്ട് കൊണ്ടുപോകാനാ? ഇങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. വല്ലയിടത്തും നിൽക്കുന്ന സാധനത്തിനൊക്കെ നിങ്ങളായിട്ടല്ലയോ? നിങ്ങൾക്ക് സുഖമില്ലയോ? നമുക്ക് തലയ്ക്ക് ഭ്രാന്തായിരിക്കും. തലയ്ക്ക് ഭ്രാന്തായ? ഭ്രാന്ത് കാണിച്ചിട്ട് തലയ്ക്ക് ഭ്രാന്തായെന്ന് പറഞ്ഞാൽ മതിയോ? ആരെങ്കിലും വിളിച്ചോ? വിളിക്ക്. ഇങ്ങനെ കിട്ടലുണ്ടോ? ഇങ്ങനെ വിട്ട് നിങ്ങളുടെ നിലമട്ടിലാവും. ആ ഇങ്ങനെ വിടുന്നത് ഞാൻ പോണു. നീ എന്നെ കൂടെ കുരുക്കാൻ വേണ്ടിട്ട് ഞാൻ അവിടെ മണിയാക്കിയിരുന്നപ്പോ നീ അല്ല ഈ പശു വാച്ചെന്ന് പറഞ്ഞത് 10,000 രൂപയ്ക്ക്. ഞാൻ മേടിച്ചില്ല, അയാളാ പറഞ്ഞു. നീ അല്ല 10,000 രൂപയ്ക്ക് നിന്റെ പശു ആണെന്ന് പറഞ്ഞേ. അടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചു. ഒരുത്തൻ പറഞ്ഞിട്ട് പോയി അടിക്കാൻ പറഞ്ഞു. നീ എവിടെന്നാണോ? ഞാൻ അടിക്കൊന്നും വേണ്ട വിഷ്ണുവേ. ഈ പോത്തിനെ നീ എവിടെ നടന്നു? ഞാൻ അവിടെ തന്നെ കെട്ടാം. എവിടെ അവനൊന്നും നീ പൈസ വാങ്ങിച്ചു കാണി? നിന്റെ പൈസ എൻ്റെ അമ്മ ഒരു കാര്യം ചെയ്യും, പോലീസിൽ വിളിക്കട്ടെ. എനിക്ക് അബദ്ധം പറ്റി. നിങ്ങൾ നീ പിടിച്ചു ഇത്ര ഒരു ഫോട്ടോ നിങ്ങൾ പോയി പോത്ത് പോത്ത് ഇത് ശങ്കര പോത്ത് ഒട്ടിരിക്ക് 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 പോത്ത് പോത്ത് ഇത് ശങ്കര പോത്ത്. പോയ ഞാനാ കള്ളൻ. നീയോ പറഞ്ഞോ? ഇല്ല നീ ഇല്ല ഞാൻ പോവും. അയാൾ അയച്ചാലും എന്നെ പിടിക്കാൻ അല്ല ഇങ്ങനെ ഇടപെടുന്നറിയാ. ഇവര് രണ്ടുപേരുടെ വന്നത്. ഇവര് രണ്ടുപേരാണ് ഈ പോത്തിനെ വെച്ചിട്ട് വന്നത്. ഇവനെ കണ്ട് നല്ല പരിചയം. ഞാൻ റോഡ് പണിക്കൊക്കെ വന്നില്ലേ? അപ്പൊ ഇമ്മ രണ്ടോട് ചേർന്നിട്ട് ഇല്ല അത് എനിക്ക് അറിഞ്ഞുകൂടുന്നു. പൈസ വാങ്ങിച്ചായിരുന്നു. ഞാൻ മേടിച്ചു. വേറെ 10,000 രൂപയ്ക്ക് മാറ്റാന്ന് പറഞ്ഞു എന്റെ അടുത്ത് പോത്ത്. ഒന്നുമില്ല, ഞാൻ ഉള്ള കെട്ടണ്ട പുള്ളിക്കാരൻ അങ്ങോട്ട് അവിടെ നിക്കട്ട്. കെട്ട് ശരിയാവില്ലല്ലോ. ഞാൻ പറയാം. ഉറപ്പാണേ? ഉറപ്പ് തന്നെയാ പറഞ്ഞു. പോലീസ് വരട്ടെ. പോലീസ് വരട്ടെ. അവരെ പിടിച്ച് ഇങ്ങോട്ട് എന്റെ ഫ്രണ്ട് ഞാൻ മകേഷിന്റെ പൂക്കടയെന്നാ വിളിച്ചത്. ഞാൻ ഇതുപോലും അറിഞ്ഞില്ല. നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് പറഞ്ഞത്? ഞാൻ ഇവിടുത്തെ എന്റെ വീടാ ഇത്. അത് ഞാൻ തരുവാണോ? എന്റെ അടുത്ത് പിന്നെ പിന്നെ ഞാൻ അവിടെ നിക്ക്. എന്റെ വീടാ. എന്റെ പഠിക്കാൻ എനിക്ക് കാര്യം പറഞ്ഞു. എനിക്ക് റോഡിൽ നിന്നൂടെ? എന്നാ നീ അവിടെ നിക്ക്. നീ എന്തിനു ജോലിക്കുന്നു? എന്തെങ്കിലും ജോലിക്കോട്ടെ. നിങ്ങൾക്കുണ്ട് പോടെ ഇറക്കാടുന്നു ചെറുക്കനാ? പിന്നെ നീ എനിക്ക് മൂത്താന്നു. ചെറുക്കനും क्या भाई तुमको क्या मालूम है? भाई भाई का मालूम है वो मतलब भाई तुम कौन है? भाई तुम कौन है? मेरा छोटा आदमी है भाई. तुम्हारा नाम क्या है? पो तुम्हारा नाम क्या है? പോ. അല്ലെ ബംഗാളികൾ ഇന്നലെ കാണിച്ച പ്രവൃത്തി വേറെയാ. എന്തേ ഞാനില്ല എന്റെ ചെയ്ത് എന്തിനാ ഇങ്ങോട്ടോ? നീ അതാ മോട്ടിച്ചത്? ഞാനാ മോട്ടിച്ചാ? നീയല്ലേ പശു അത് അയച്ചോണ്ട് വന്നത്? ഇതാരാ മോട്ടി? ദേഷ്യം വന്നാൽ ഭയങ്കര കലിപ്പ. പണ്ട് ഒരാളെ അടിച്ചതാ. ആര്? എമിനിട്ട്. ഞാൻ എടുത്തപ്പോ ഓണക്കകത്ത് എടുത്ത് കിട്ടും. അത് മതി. അല്ലെങ്കിൽ ആ പുള്ളിക്കാരനെ കള്ളാന്ന് പറയും. അവിടെ നിക്കടാ. എന്നെ നീ എന്തിനു പിടിക്കണത്? അല്ലെ ഈ കായട്ടിനെ കെട്ടിപ്പിടും. എന്തിന്? റബറിനകത്ത്. എന്തിന്? എന്തിന്? എന്തിനാന്ന് നീ മോട്ടിച്ചോണ്ടെന്ന സാധനം ഞാൻ അടിച്ചാ? നീ അടിച്ചോ? ഞാൻ ഈ എരുമ അയച്ചാ? നീ അടിച്ചോ? അണ്ണാ നീയല്ലേ അയച്ചത്? നീ അടിച്ചോ? നീയല്ലേ അയച്ചോണ്ട് വന്ന? അണ്ണാ അഞ്ഞു വാ പറയട്ട്. അണ്ണാ ഞാൻ അവിടെ പുള്ളി പറയുന്നതാരും കറക്റ്റ് ഇല്ലേ? പിന്നെ ചേട്ടാന്ന് വിളിക്കട്ടാ. പിന്നെ എന്തായിരുന്നു വിളിക്കണം? പുള്ളി പറയുന്നതാരും കറക്റ്റ് ഇല്ലേ? എന്റെ കാര്യം ഞാൻ അയച്ചില്ല. നീ പിന്നെ എന്തിനാ അവിടെ നിന്നേ? ഞാൻ എവിടെ നിന്ന്? അവിടെ നിന്ന് അവൻ പറഞ്ഞിട്ട് പറഞ്ഞ് അടിക്കാന്ന് പറഞ്ഞ് നീ ഇല്ലയോ സപ്പോർട്ട് ചെയ്ത്? എന്തേ സപ്പോർട്ട്? എന്തോ സപ്പോർട്ടൊന്നും സപ്പോർട്ട് ചെയ്തേ? നീയല്ലേ സപ്പോർട്ട്? നീ അമ്മ അവനോട് നിന്ന് സപ്പോർട്ട് ചെയ്ത്? അതിന് അയച്ചെടുത്ത നീയല്ലേ? അയച്ചെടുത്ത നീ ഇല്ലേ കയറി പിടിച്ചേ? ആര് കയറി പിടിച്ച്? അല്ലല്ല ഇവനാ അടിക്കാൻ പറഞ്ഞു. നീ എന്നോട് അടിക്കാൻ പറഞ്ഞ? എപ്പ അയക്കാൻ പറഞ്ഞു? എന്റെ കൂടെ വന്ന ബൈക്കായി വന്ന ആരാ? ആര്? എന്റെ കൂടെ വന്ന ബൈക്ക് വന്ന ആരാ? നിന്റെ കൂടെ ബൈക്ക് വന്ന് നിനക്കറിഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ അറിയും? ഇവിടെ നിക്കടാ. നീ എന്തിനല്ലേ എന്നെ പിടിച്ചോണ്ട് പോണത്? പെട്ടെന്ന് വാ, ഇങ്ങോട്ട് വാ. അല്ലെങ്കിൽ അടിക്കുന്നു ഭയങ്കര ബോളാന്ന് പറ. അവനെ വിളിക്കാം, അവനെ ചെയ്ത് വിളിക്കും, നമുക്ക് അവനെ പൊട്ടിക്കാം. ഇങ്ങോട്ട് നോക്ക്. നീ പെട്ടെന്ന് വരുമോ ഇങ്ങോട്ട്? ഇവിടെ ഭയങ്കര പ്രശ്നമാ. ആന്നു ഒരു ബംഗാളി
അവനെ അടിക്കാൻ നീ ഇങ്ങോട്ട് വാ, അല്ലെങ്കിൽ ആണ്ട് അവര് പോലീസിനെ വിളിക്കാൻ പോവാ. ഞാൻ ആര് നീ എവിടെ നിക്കടാ? ഞാൻ ആര് നീ അടിയോ? നീ അടിയോ? ഞാൻ ആര് ഞാൻ ആര് പശു പിടിക്ക് നിങ്ങൾ ഇനി നീ എന്നെ വിട്. അണ്ണ പെട്ടെന്ന് പറഞ്ഞാണ് ഇവിടെ ഭയങ്കര പ്രശ്നം വേണ്ടോ. നീ എന്നെ പശുവിനെ പിടിച്ചത്? നീ എന്താ പശുവിനെ പിടിച്ചത്? ഞാനാണ് നീയാണ് എരുമയെ പിടിച്ചത്. അവിടെ നിക്കടാ. നീയാണ് ഞാനാണ് അടിക്കണ വേണ്ട, അടിക്കണ്ട, ദോഷമില്ല. ഞാൻ പോട്ടെ വിട്. നീ പോട്ടം. ഞാൻ വിട്, എണീക്കട്ട് നീ, ഞാൻ എണീക്കട്ട്. ചേട്ടാ ഒന്ന് എഴുന്നേക്കട്ടെ, എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കൊടുക്ക് 2 എണ്ണം, അത്രേ ഉള്ളൂ. വിട്. ഇങ്ങോട്ട് കയറി ഈ അവിടെ വാ. അത് പേടിച്ചു പോതു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ അതുവഴി വന്നപ്പോ ഞാൻ അവിടെ നിന്ന് വന്നപ്പോ ഇയാളും വേറൊരാളും കൂടെ വന്നിട്ട് എന്റെ അടുത്ത് ബായി ഒന്ന് സഹായിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് എഴുത്തിൽ കേട്ടാ. പൈസയും കൊടുത്തിട്ട് ഇയാള് നിന്റെ പൈസ തന്നില്ലേ? 10,000 രൂപ നീ വാങ്ങിച്ചില്ലേ? ഞാൻ 10,000 ഒരു മൈലും മേടിച്ചില്ല. ഇങ്ങോട്ട് വെട്ടാൻ 10,000 വാങ്ങിച്ചു. 10,000 ഞാൻ മേടിച്ചു. പിന്നെ നീ വാങ്ങിച്ചില്ലേ 10,000 രൂപ? നിങ്ങൾ 2 രൂപയുടെ കള്ളത്തരങ്ങൾ കാണിക്കല്ലേ? എന്റെ അമ്മ സത്യമുള്ള അവനിങ്ങോട്ട് വെട്ടെ. അവൻ വന്നിട്ടേ ഇവനെ എടുത്തുള്ളൂ. പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ലില്ല, ഒരിക്കലും ഞാൻ പൈസ വാങ്ങിച്ചു 10,000 രൂപ വാങ്ങിച്ചു. നീ 10,000 രൂപ വാങ്ങിച്ചില്ലേ? ഞാനോ മേടിച്ചെന്ന്? 10,000 അവന്റെ വാങ്ങിച്ചാ? ആരെന്ന്? ഞാൻ അവന്റെ 10,000 ഞാൻ മേടിച്ചു. 10,000 ആരെന്ന് മേടിച്ചോ? നീ വാങ്ങിച്ചില്ലേ? ഞാൻ അവിടെ വന്നപ്പോ നിങ്ങൾ 2 രൂപ കൂടെ നടന്നു വന്നില്ലേ? എവിടുന്ന്? നീ അപ്പടന്നേ നടന്നു വന്നില്ലേ? എവിടുന്ന് നടന്നു വന്നു? നീ അങ്ങനേ നടന്നു വന്നില്ലേ? എവിടുന്ന് ഞാൻ വണ്ടിയല്ലേ വന്ന്? നീ വണ്ടി വന്നാ എന്തേലും ഞാൻ കണ്ടപ്പോ നീ നടന്നു വരണം. നീ നടന്നു വരണം. എവിടുന്ന്? അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ടല്ലേ അങ്ങോട്ട് പോയത്? അത് ഞാൻ വണ്ടി വന്നാൽ കണ്ടില്ല. ഈ തോട്ടത്തിലൊന്നും ഇല്ല ചെന്നത്. പിന്നെ നീ ഇവിടെ 10,000 രൂപ മേടിച്ചത് നീ ആരാടാ? നീ അങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് നീ പശുവിനെ അഴിച്ച്. നീ പശുവിനല്ലേ എരുമ? എരുമ അയച്ച് പോത്തായിക്കോട്ടെ. പോത്ത് അയച്ച് 10,000 രൂപ അവന്റെ വാങ്ങിച്ചാ? ആര്? ഞാൻ അവനിങ്ങോട്ട് വേട്ടെ. അത് സത്യമായിരിക്കും, നിങ്ങൾ വാങ്ങിച്ചു കാണുമായിരിക്കും. ഞാൻ മേടിച്ചു. വെറുതെ പറയോ? അവൻ വേട്ടെ ഇങ്ങോട്ട്. 10,000 മേടിച്ചു. ഞാൻ മേടിച്ചിട്ട് ഒന്നുമില്ല. 10,000 രൂപ 500 നോട്ടല്ലേ? ഇങ്ങോട്ട് നോക്ക്. നീ 10,000 രൂപ ഈ പോത്തും കൂടെ വാങ്ങിച്ചോണ്ട് പോന്നാ? 10,000 രൂപ പോത്തും എന്നിട്ട് എന്റെ തലയെ കൊണ്ട് വെക്കണം. വഴിയെ പോയ എന്റെ തലയെ കൊണ്ട് വെക്കണം. നിന്റെ തലയല്ലോ. ഇങ്ങോട്ട് വെട്ട, ആളിങ്ങോട്ട് വെട്ട. ആര് വരട്ടെ? 2 ഇന്ന് പൊട്ടി പൂരാ വരട്ടെ. പോലീസ് വന്നിട്ട് എന്നെ വിടത്തുള്ളൂ. പോലീസ് വന്നിട്ട് എന്നെ വിടത്തുള്ളൂ. 2 പേര്, നിന്നെ മാത്രമല്ല, നിങ്ങൾ 2 പേര്. നിങ്ങൾ 2 പേര്. ചേച്ചിന്നും വിളിക്കണ്ട. ഞാനും മേടിച്ചിട്ട് എന്നെ കുറ്റക്കാരാവും. 10,000 ഞാൻ മേടിച്ചാ? പോലീസ് വെട്ടടാ. ഇന്നലെ ഇങ്ങോട്ടും നീ 10,000 രൂപ വാങ്ങിച്ചില്ലേ? എന്റെ ഷർട്ട് വലിച്ചു നീ വാങ്ങിച്ചു തരേണ്ടി വരും. ഷർട്ട് കീറിയ 10,000 മേടിച്ചിട്ട് നീ എന്നെ കളകനാക്കും. പെട്ടെന്ന് വാ. ഇവിടെ ഒരു ബംഗാളി. സ്ഥിതി വഷളാന്ന് പറ. ഇങ്ങോട്ട് എളുപ്പം വാ, അല്ലെങ്കിൽ ഇവിടെ പോലീസ് വന്നോണ്ടിരിക്കുക. ചേട്ടാ സ്ഥിതി വഷളാന്ന് പറ. സ്ഥിതി വഷളാന്ന്. കൈവിട. നീ കൈവിട്ടാ നീ ഓടും. ഇല്ലെന്ന് കൊണ്ടുപോടാ. അവനെ ഞാൻ പിടിച്ചു നിർത്തിയേക്കുവാ. അതാണ് രസം. കൂട്ട് വന്ന ആളുകളെ പിടിച്ചു നിർത്തിയേക്കുന്നത്. മോഷ്ടിക്കാൻ ഇവര് 2 പേരുടെ മോഷ്ടിക്കാൻ വന്നു. ഇപ്പൊ നോക്കി പിടിച്ചു നിർത്തിയേക്കുന്ന പുള്ളി എനിക്കറിയാം. നമ്മളെ പട്ടന്മാരാക്കുക. എന്നെ അറിഞ്ഞൂടെ? നിങ്ങളെ നിനക്ക് എന്നെ അറിയാമോ? എനിക്ക് ഇന്നൊന്നും അറിയത്തില്ല. പിന്നെ നീ എന്തിനാ അവന്റെ 10,000 വാങ്ങിച്ചിട്ട് എന്നെ കള്ളക്കുരുക്കി? ഒരു പൊതിയുടെ കൊണ്ടുവന്ന് പൊതി അവിടെ വെച്ചിട്ടുണ്ടോ? നീ ഒരു വെള്ള പൊതിയുടെ കൊണ്ടുവന്നില്ല? കവറല്ലോ ഉണ്ടോ? എന്റെ ആവശ്യമുള്ള സാധനമേ ഉള്ളൂ. അല്ല, നീ വേറൊരു സാധനം അവൻ തന്ന 10,000 രൂപ വാങ്ങിച്ച് മാറ്റി വെച്ചില്ലേ? മാറ്റി വെച്ചു. അവിടെ വെച്ചില്ലേ? എവിടുന്നാടാ? നീ വന്ന വണ്ടിയിൽ. നീ എന്നെ വിട്. നിന്നെ ഇവിടത്തല്ല.
ഒളിച്ചു കളി കളിക്കുക. ആ അതിനകത്ത് പോയാൽ നീ അല്ലേ പോത്തിന് അയച്ചത്? ഇവിടെ നിന്ന് നീ പ്ലേറ്റ് മാറ്റി തന്നിന്. ആ പ്ലേറ്റ് മാറ്റി നീ എൻ്റെ തലയിലാക്കി തന്നിന്. എടാ ഇത് നോക്ക് എവിടെ നിൽക്കി ചേട്ടാ. ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോയാണ്. എടാ ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോയാണ്. അല്ല എനിക്ക് പറയട്ടെ. എന്നിട്ട് അല്ലാതെ ഈ പോത്തിനെയൊക്കെ നമ്മൾ അവിടെ കൊണ്ട് കെട്ടിയിട്ട് നമ്മൾ നിങ്ങളെ പെടുത്തിയതാണ്. അല്ലാതെ നിങ്ങളെ വേറെ പണിക്കൊന്നും അതൊക്കെ എങ്ങനെ പിടിക്കും? അവിടെ ഉരുട്ടിയിട്ട് പിന്നെ ഞാൻ എൻ്റെ കൈയും കാലൊക്കെ അള്ളി മുറിച്ച് കണ്ട കേൾക്കണ്ട. ഓടാതിരിക്കാനാണ് പിടിച്ചതല്ലേ? ഇങ്ങനെ എന്നെ കൊണ്ടുവന്ന് പെടുത്തിയത് തന്നെ. എന്നെ കൊണ്ടുവന്ന് പെടുത്തിയത് തന്നെ. ഞങ്ങളിന്ന് ഊട്ടിമുക്ക് കുമ്പളിമ്പിള ആണ് നിൽക്കുന്നത്. നമ്മുടെ ചേട്ടനെയാണ് പ്രാങ്ക് ചെയ്യാൻ കിട്ടിയത്. ചേട്ടൻ്റെ കയ്യിൽ ഒരു പോത്തിനെ അയച്ച് കൊടുക്കുകയായിരുന്നു. കൊടുത്തിട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് പിടിക്കുകയായിരുന്നു അല്ലേ? ചേട്ടൻ ശരിക്കുള്ള പേരെന്താ? ശരിക്കും അനിൽകുമാർ. ആ വേറെ ആരോഗ്യം എന്തൊക്കെ വിളിക്കുമല്ലോ? വേറെ ഞരമ്പെന്ന് വിളിക്കും. അതെന്തിനാ ഞരമ്പെന്ന് വിളിക്കുന്നത്? ഞരമ്പുണ്ടാന്റെ പേരിലെ വിളിക്കുന്നു. ഞരമ്പ് ഉണ്ടാന്റെ പേരിലെ ഞരമ്പെന്ന് വിളിക്കുന്നു. വിളിക്കണതല്ലേ? എന്തായാലും ആള് കിടുവാണ്. ആണോ? ആണ് കിടുവാണ്. കണ്ടെത്തി ഓടിയാലും ഞാൻ പിടിക്കും. പിടിക്കും. അതെ. പിന്നെ ഇത് ബിഗ് പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ബിഗ് പ്രാങ്ക്സിൻ്റെ കുറച്ച് സമ്മാനങ്ങളുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് SK ശ്രീകുമാർ സൗദി നൽകുന്ന ഒരു സമ്മാനം. ഗ്രേസ് ആൻഡ് ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസ് മണ്ണർക്കണം വട്ടിർക്ക നൽകുന്ന സമ്മാനം. കോച്ചി യൂറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം. ബിഗ് പ്രാങ്ക്സ് നൽകുന്ന സമ്മാനം. ഇവിടെയുള്ള ഈ നിൽക്കുന്നവരെല്ലാവരും കൂടെയാണ് ഈ പ്രാങ്കിനെ വൻ വിജയമാക്കി തന്നത്. മുമ്പറാണല്ലേ? പേരെന്താ? രജനി രമേശ്. സുജാത ചേച്ചിയുടെ പോത്താണ് നമുക്ക് പ്രാങ്ക് ചെയ്യാനായിട്ട് തന്നല്ലേ? കൂടെ സുജാത ചേച്ചി അഭിനയിക്കുകയും ചെയ്തു. അപ്പോൾ ഇവരെല്ലാം കൂടെയാണ് ഈ പ്രാങ്കിനെ വൻ വിജയമാക്കി ചേർന്നത്. കൈതാത്തിരി എന്റെ കയ്യിൽ താനിരിക്കുന്നു. ഓക്കെ